നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മളുടെ പുതുപ്പുര പഞ്ചായത്തിലെ ചുരത്തിങ്കൽ മുക്കുള്ള ഈ റോഡിൻ്റെ അവസ്ഥയാണ്. ഏകദേശം ഒരു വർഷം മുമ്പ്, എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാകും, ജലജീവൻ മിഷന് വേണ്ടിയിട്ട് റോഡ് പൊളിച്ചതാണ്. ഇതുവരെയും അത് ശരിയാക്കിയിട്ടില്ല. ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. അപ്പോൾ തൽക്കാലം അവിടുത്തെ കുറച്ച് കുറച്ച് ആളുകൾ കൂടിയിട്ട് അവർ തൽക്കാലം മണ്ണിട്ട് മൂടുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ആ റോഡ് പൊളിഞ്ഞു. രണ്ട് പ്രാവശ്യം ഞാൻ ആ കുഴിയിൽ വീണ് അപകടം സംഭവിക്കേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. ഇപ്പോൾ പറളി ഭാഗത്തുനിന്ന് വരുന്ന വാഹനവും അതുപോലെ തന്നെ മുട്ടിക്കുളങ്ങര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ്. മഴക്കാലമായാൽ ആ റോഡ് ഫുൾ വെള്ളം നിറയും. വെള്ളം നിറഞ്ഞാൽ തന്നെ ആ റോഡ് കാണാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും എതിർവശത്തു നിന്ന് വരുന്ന വാഹനം വരുമ്പോൾ ടൂ വീലറുകാർക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതിൽ വേറെ കാര്യം, അവിടുത്തെ വാർഡ് മെമ്പറോ മറ്റ് പൊതുപ്രവർത്തകർക്കോ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടില്ല എന്ന് പറയുന്നത് വളരെ ഒരു അത്ഭുതം തന്നെയാണ്. ഈ റോഡ് നോക്കി ആദ്യം ഈ റോഡിൻ്റെ ചിത്രം കാണാം. കണ്ടില്ലേ, ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. കൂടാതെ കുറച്ച് ദൂരം ആ റോഡ് എല്ലാ ഭാഗത്തും കുണ്ടും കുഴിയും നിറഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ അവിടെ ഒരു വീടിന് മുമ്പിൽ വലിയൊരു കുഴിയുണ്ട്. അതും ഏകദേശം 1-2 വർഷത്തോളം. അപ്പോൾ അവരിപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത്, ആ കുഴിയുള്ള മുന്നിലുള്ള വീട്ടുകാർ അവിടെ കുറച്ച് മണ്ണും ഓടിൻ്റെ കഷ്ണങ്ങളും കല്ലും ഇട്ട് കുറച്ച് കുഴി അടച്ചിരിക്കുകയാണ്. വാർഡ് മെമ്പർക്ക് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ, ഏത് പാർട്ടി പൊതുപ്രവർത്തകർ ആയിക്കോട്ടെ, ഇതൊക്കെ ശരിയാക്കേണ്ടതല്ലേ? ഈ മഴക്കാലത്ത് തീർച്ചയായിട്ടും ഈ മഴ വന്ന് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെ കൂടുതലാണ്. ഇനി എപ്പോഴാണ് ഈ റോഡ് ശരിയാക്കുക? ടൂ വീലർ വരുന്ന എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടോ? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. വളരെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഇത്രയും ആയിട്ടും ഈ പഞ്ചായത്ത് അവിടുത്തെ വാർഡ് മെമ്പർക്ക് ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ല എന്ന് പറയുന്നത് വളരെ ഒരു അത്ഭുതകരമാണ്. ഇതിനെക്കുറിച്ച് ഒരു വർഷം മുമ്പ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. അതിനുശേഷം അവിടുത്തെ ആളുകൾ കൂടിയിട്ട് കുറച്ച് മണ്ണിട്ട് കുറച്ച് അടച്ചു. വീണ്ടും അത് പൊളിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ വാർത്ത ചെയ്ത ശേഷം ഒരു സുഹൃത്തിന് കമൻറ്റ് കണ്ടു, പുതുപ്പുര പഞ്ചായത്തിനെ കരിവാരി തേക്കുകയാണെന്ന്.
സുഹൃത്തെ, കരിവാരി തേക്കുന്നില്ല. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ വാർത്ത ചെയ്തതാണ്. ഇപ്പോഴും അതന്നെ. 2 പ്രാവശ്യം ഞാൻ അപകടത്തിൽപ്പെടേണ്ടതാണ്. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. എത്രയും ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറോട് എനിക്കൊന്നും പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കണം, ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നന്ദി, നമസ്കാരം.